ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. രാധിക പുടവ മാറി ഉടുത്തോ എന്നറിയാൻ വേണ്ടി കൽപ്പനയും ഉർവശിയും പത്മിനിയും അവിടേക്ക് വന്നു. അവരുടെ സംസാരം കേട്ട ഉടൻ തന്നെ മുഖം മറച്ചു വെച്ച് യശോദ രാധികയെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അവരവിടേക്ക് വന്നതും ഇപ്പോഴും മുഖം മറച്ചു വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ മുഖപ്പടം ഇടുന്ന ആചാരമുണ്ടെന്ന് എന്താണ് നിങ്ങൾ നേരത്തെ പറയാതിരുന്നത് എന്ന് കൽപ്പന പറയുമ്പോൾ യശോദ പറയുന്നുണ്ട്, അത് എല്ലാവർക്കും അറിയാമെന്ന് കരുതി. ആളുകളുടെ ചോദ്യം കേട്ട് മടുത്തോ, എന്തായാലും ഇതിനിപ്പോൾ മാറ്റാൻ നോക്ക് എന്ന് കൽപ്പന പറയുമ്പോൾ പത്മിനി പറയുന്നു, താലികെട്ട് കഴിഞ്ഞപ്പോൾ മുതൽ പെൺകുട്ടിയെ ഞങ്ങൾക്ക് വിട്ടുതരേണ്ടതാണ് കേട്ടോ യശോദേ. ഞങ്ങൾ പുടവ മാറ്റിച്ചോളാം, അതൊന്നും വേണ്ട, ഒരു 10 മിനിറ്റ്, അത് കഴിഞ്ഞാൽ മോളെ കൂട്ടിക്കൊണ്ടു പോയിക്കോളൂ എന്നെ മുത്തശ്ശി. എന്നാൽ പിന്നെ എത്രയും പെട്ടെന്നായിക്കോളൂ. ഊണ് കഴിഞ്ഞാൽ പുറപ്പെടണം, അവിടെ കണിമംഗലത്ത് കയറേണ്ട മുഹൂർത്തം കുറച്ച് നേരത്തെയാണെന്നും പത്മിനി പറയുന്നുണ്ട്. എന്നിട്ട് കൽപ്പനയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു. അവരവിടുന്ന് പോയതിനു ശേഷം പെട്ടെന്ന് തന്നെ വാതിലടയ്ക്കുകയാണ് യശോദ. രാധിക തുണി മാറ്റി ദേഷ്യത്തോടെ നിൽക്കുകയാണ് മുത്തശ്ശി. ഈശ്വര, ഇനിയിപ്പോൾ എന്താ അമ്മയുടെ ഉദ്ദേശം? ഇനി എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്? പുടവ മാറ്റിയിട്ട് വീണ്ടും ഈ മുഖപടം ഇടാനാണോ? അവര് ചോദിച്ചത് കേട്ടില്ല എന്നൊക്കെ യശോദ. വെറുതെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്, എന്നെ ഒന്ന് ആലോചിക്കാൻ സമയം താ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. രാധികയാണെങ്കിൽ വല്ലാത്ത ടെൻഷനിലും. ഇതേ സമയം പ്രൊഡ്യൂസറിന്റെ മുറിയിലിരിക്കുകയാണ് പ്രിയങ്ക. പ്രൊഡ്യൂസർ പോയി വാതിലടച്ച് കുറ്റിയിട്ടു. പെട്ടെന്ന് ഭയത്തോടെ അവിടെ നിന്നും എണീക്കുകയാണ് പ്രിയങ്ക രക്ഷപ്പെടാൻ തുടങ്ങുന്നു. എന്നാൽ പ്രൊഡ്യൂസർ പറയുന്നു, മോളെ പ്രിയങ്കയെ ചവിട്ടി കയറാൻ ഒരു ഉറച്ച ചുമലുണ്ടെങ്കിലേ നമുക്ക് എവിടെയും എത്താൻ പറ്റൂ. ആ കാര്യത്തിൽ പ്രിയങ്ക മുകളിലാക്കിയാണ്. നിനക്ക് ചവിട്ടി കയറാൻ എന്റെ ചുമലുണ്ട്. സിനിമാ സാമ്രാജ്യത്തിലെ ഒരു മഹാറാണിയായി നിനക്ക് വിലസണ്ടേ? ഇത് കേട്ട് പ്രിയങ്ക പറയുന്നു, സർ എനിക്ക് പോകണമെന്ന്. പ്രിയങ്കയെ തടയുകയാണ് അദ്ദേഹം. പ്രിയങ്കയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ പ്രിയങ്കയുടെ ഭാഗത്തു നിന്നും അത്രയും പ്രൊഡ്യൂസർ പറയുമ്പോൾ വളരെ ദേഷ്യത്തോടെ പ്രിയങ്ക പറയുന്നു, തൊട്ടു പോകരുതെന്നെ. നിങ്ങൾ എന്താ കരുതിയത്? എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ മോഹമുണ്ടെന്ന് കരുതി നിങ്ങൾ പറയുന്നതനുസരിച്ച് എനിക്കൊന്നും ആവണ്ട. എനിക്ക് പോകണമെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോൾ വീണ്ടും പ്രൊഡ്യൂസർ പറയുന്നുണ്ട്, അങ്ങനെ പോകാതെ മോളെ. ഈ അടഞ്ഞ വാതിൽ എപ്പോൾ തുറക്കണമെന്ന് നീ അല്ല തീരുമാനിക്കുന്നത്, ഞാനാണ്. നിങ്ങളോട് വാതിൽ തുറക്കാനാ പറഞ്ഞത് എന്ന് ദേഷ്യത്തോടെ പ്രിയങ്ക പറയുമ്പോൾ പ്രൊഡ്യൂസർ പറയുന്നു, നീ ഇവിടുന്ന് പോവില്ല. ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ നീ ഇവിടുന്ന് ജീവനോടെ പോവില്ല. മാന്യമായ ഒരു സംരംഭമാണെന്ന് കരുതിയാണ് ഞാൻ വന്നത്. നിങ്ങൾ ഈ കാണിക്കുന്ന കാര്യം ഞാൻ ചെന്ന നാട്ടുകാരോടും പോലീസിനോടും പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾ എല്ലാവരും കൂടി നിങ്ങളെ തടഞ്ഞിട്ട് പട്ടിയെ തല്ലുന്നത് പോലെ തല്ലിക്കൊല്ലും എന്ന് പറഞ്ഞ് വീണ്ടും പ്രിയങ്ക പോകാൻ തുടങ്ങിയപ്പോൾ പ്രൊഡ്യൂസർ പ്രിയങ്കയെ തടഞ്ഞു നിർത്തുകയാണ്. ബെഡിലേക്ക് പ്രിയങ്കയെ തള്ളിയിടുകയാണ് പ്രൊഡ്യൂസർ. ഇപ്പോൾ പ്രിയങ്ക വളരെ ടെൻഷനോടെ ഇരിക്കുന്നു. ഭയത്തോടെ പിറകോട്ട് മാറുകയാണ്. വീണ്ടും പ്രൊഡ്യൂസർ പ്രിയങ്കയുടെ പിറകിലേക്ക് വന്ന ശേഷം വീഴാൻ തുടങ്ങിയായിരുന്നു പ്രിയങ്ക. എന്നാൽ അവിടെ ഇരുന്ന ഒരു ഫ്ലവർ വേസ് കൊണ്ട് പ്രൊഡ്യൂസറിന്റെ തലയ്ക്കടിച്ചു. എന്നിട്ട് അവിടെ നിന്നും രക്ഷപ്പെടാൻ തുടങ്ങുകയാണ്. പെട്ടെന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു. ഡയറക്ടറും മറ്റൊരാളും അവിടെ നിൽക്കുകയായിരുന്നു. സാറേ എന്ന് പറഞ്ഞ് അകത്തേക്ക് ചെന്നു. വിടരുത്, പിടിക്കവളെ എന്നൊക്കെ പ്രൊഡ്യൂസർ പറയുന്നു. അയാളുടെ പ്രൊഡ്യൂസറിന്റെ നെറ്റി മുറിഞ്ഞിരിക്കുകയാണ്. ബ്ലഡ് വരുന്നുണ്ട്. പ്രിയങ്ക ഓടി രക്ഷപ്പെടാൻ തുടങ്ങുന്നു. ഈ സമയം ശരത്ത് ഒരു കാറിൽ വന്നിറങ്ങി. മാറി നിൽക്കങ്ങോട്ട്, പ്രൊഡ്യൂസർ വരുന്നത് കണ്ടില്ല എന്നൊക്കെ ക്യാമറമാൻ പറയുന്നുണ്ട്. ഒരു പ്രൊഡ്യൂസറിനെ പോലെ അവിടേക്ക് വന്നിറങ്ങിയിരിക്കുകയാണ് ശരത്ത്. ഇന്ന് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും വിലമതിക്കുന്ന ഒരു പേരാണ് പ്രൊഡ്യൂസർ ശരത്ത്. സാറിൻ്റെ ഈ സക്സസ് എന്താണെന്ന് പ്രേക്ഷകരോടൊന്ന് പറയൂ എന്നൊക്കെ ഇന്റർവ്യൂവിൽ ചോദിക്കുകയാണ്. ഇത് കേട്ട് ശരത്ത് പറയുന്നു, എൻ്റെ കഠിനാധ്വാനം, പിന്നെ ദൈവത്തിൻ്റെ ഒരു സഹായവും, അതുകൊണ്ട് കിട്ടാനുള്ളത് കൃത്യമായിട്ടും എനിക്ക് കിട്ടുമെന്നൊക്കെ ഇങ്ങനെ ശരത്ത് അവിടെ ഇരുന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉറങ്ങിപ്പോയി. പെട്ടെന്ന് പ്രിയങ്ക അവിടേക്ക് വന്ന് ശരത്തിന്റെ കരണത്തടിച്ചു. ചാടി എണീക്കുകയാണ് ശരത്ത്. താൻ എന്തായി കാണിച്ചതെന്ന് ചോദിക്കുന്നു. നീ കൂടി അറിഞ്ഞിട്ടാണോ ഈ വൃത്തികേട് ഇവിടെ നടക്കുന്നത് എന്ന് പ്രിയങ്ക ചോദിച്ചപ്പോൾ എന്ത് വൃത്തികേടെന്ന് ശരത്ത്. പ്രൊഡ്യൂസറിന്റെ റൂമിലേക്ക് എന്നെ വിളിപ്പിച്ചത് എന്തിനാണെന്നറിയോ? പ്രതിഫലം സംസാരിക്കാനല്ല, അയാൾക്ക് വഴങ്ങിക്കൊടുക്കാനാണെന്ന് പ്രിയങ്ക എനിക്കിത് അറിയില്ലായിരുന്നു സത്യം എന്നൊക്കെ ശരത്ത്. ആ പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ ഫ്രോഡുകളായിരുന്നു. അയാളുടെ കയ്യിൽ സിനിമ പിടിക്കാൻ പണമൊന്നുമില്ല. വിളിച്ചു വരുത്തുന്നവരോട് ഇൻവെസ്റ്റ് ചെയ്യാൻ പണം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നോടും ചോദിച്ചു 25 ലക്ഷം രൂപ. എന്നാൽ പിന്നെ അവന്മാരുടെ അതൊന്ന് ചോദിക്കണമല്ലോ എന്നൊക്കെ ശരത്ത് പറയുമ്പോൾ ഞാൻ അയാളുടെ തല തല്ലി തകർത്തിട്ടാണ് വന്നതെന്ന്, ഇത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയേ പറ്റുമെന്നും പ്രിയങ്ക പറയുന്നു. വാ എന്ന് പറഞ്ഞ് പ്രിയങ്ക ശരത്തിനെയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. പെട്ടെന്ന് തന്നെ അവരവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. പോകുന്ന വഴി വല്ലാത്ത ടെൻഷനിൽ തന്നെയാണ് പ്രിയങ്ക.
പ്രിയങ്ക സോനയെ ഫോൺ ചെയ്യുന്നു. അവിടെ കാര്യങ്ങൾ എന്താ എന്നെ പ്രിയങ്ക ചോദിച്ചപ്പോൾ സോന പറയുന്നുണ്ട്, ഈ നേരം വരെ നീ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോഴാണ് വിളിച്ചു ചോദിക്കുന്നത് ഇവിടെ വിവാഹം കഴിഞ്ഞോ? ഇത് കേട്ട് പ്രിയങ്ക ഞെട്ടി. എങ്ങനെയെന്ന് ചോദിക്കുന്നു. വരുൺ രാധികയുടെ കഴുത്തിൽ താലി കെട്ടിയെന്ന് സോന പറയുമ്പോൾ വീണ്ടും ഞെട്ടിയിരിക്കുകയാണ് പ്രിയങ്ക. മണവാട്ടി ആരെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. പുതിയ കല്യാണങ്ങളുടെ ആചാരം എന്ന് പറഞ്ഞ് മുഖം മൂടിയിട്ടാണ് ഞങ്ങൾ കതിർ മണ്ഡപത്തിലേക്ക് കൊണ്ടുചെന്നത്. നീ എന്ത് ചെയ്യാണെന്ന് ചോദിക്കുന്നു. ആ സിനിമാക്കാര് എന്നെ പറ്റിച്ചു. അവരാരും പ്രൊഡ്യൂസറും ഒന്നുമല്ല. അത് ഇനി നടക്കില്ല എന്നും പ്രിയങ്ക പറയുന്നു. നീ എന്ത് മണ്ടത്തരമായി പറയുന്നത്? വരുണിന്റെ കുടുംബത്തിനോട് സംസാരിച്ചപ്പോഴാണ് അവരുടെ കുടുംബത്തിന്റെ ആസ്തിയെക്കുറിച്ച് ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായത്. എടി, അവരെത്ര വലിയ കോടീശ്വരന്മാരാണെന്ന് അറിയോ നിനക്ക്? വരുണിനെ വിവാഹം കഴിച്ച് ആ വീട്ടിലേക്ക് പോയിരുന്നെങ്കിൽ നിന്റെ ആഗ്രഹം തീർക്കാൻ വരുൺ തന്നെ നിന്റെ സിനിമ പ്രൊഡ്യൂസ് ചെയ്തേനെയായിരുന്നു. വരുണിന്റെ കൂടെയായിരുന്നു നിന്റെ ജീവിതമെങ്കിൽ നിന്റെ ഇന്ത്യയിലെ ഏത് ഇൻഡസ്ട്രിയിലും നിനക്ക് അയാളെ കൊണ്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാമായിരുന്നു. നിന്റെ ആഗ്രഹം പോലെ നിനക്ക് വളരാമായിരുന്നു. വെറുതെ അയാളെ ഒന്ന് സ്നേഹിച്ചാൽ മാത്രം മതിയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ പ്രിയങ്ക ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണെന്ന്. നീ എത്രയും പെട്ടെന്ന് ഓഡിറ്റോറിയത്തിലേക്ക് എത്താൻ നോക്കെന്ന് അവർ പറഞ്ഞു. ഇതുവരെ രാധിക ആരും തിരിച്ചറിഞ്ഞില്ലാത്തതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നും പറയുന്നു. മുത്തശ്ശി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് മുത്തശ്ശിക്ക് ഫോൺ കൊടുത്തിട്ടുണ്ട്. മുത്തശ്ശി ദേഷ്യത്തോടെ പ്രിയങ്കയോട് സംസാരിക്കുകയാണ്. തൃപ്തിയായില്ലേ നിനക്ക്? നിന്റെ പ്രവൃത്തി കാരണം എന്താണ് സംഭവിച്ചതെന്ന് അറിയോ? ഊരും പേരുമില്ലാത്ത അവളുടെ കഴുത്തിൽ കണിമംഗലത്തെ പയ്യന്റെ താലി വീണു. എന്നോട് ക്ഷമിക്കണം മുത്തശ്ശി. വിവാഹം ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല ഞാൻ പോന്നത്. അവരോട് വാക്ക് പറഞ്ഞതനുസരിച്ച് പോയില്ലെങ്കിൽ ഒരുപാട് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ആളുകളെയും കൂട്ടി വിവാഹ മണ്ഡപത്തിലേക്ക് വരുമെന്ന് പറഞ്ഞു. അച്ഛനെയും മുത്തശ്ശിയും അപമാനിക്കുമെന്നും പറഞ്ഞു. അതോർത്തപ്പോൾ ചെയ്തു പോയതാണെന്ന് പ്രിയങ്ക. എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. എത്രയും പെട്ടെന്ന് ആരുടെയും കണ്ണിൽ പെടാതെ ഇങ്ങോട്ടേക്ക് വരാൻ നോക്ക്. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാമെന്നും മുത്തശ്ശി പറയുന്നു. എനിക്ക് മുത്തശ്ശിയെ വിശ്വാസമാണ്, ദൈവത്തേക്കാൾ വിശ്വാസമാണെന്നും ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം, ഞാൻ ഇപ്പോൾ തന്നെ വരാമെന്നും പ്രിയങ്ക പറയുന്നുണ്ട്. എന്നിട്ട് ഫോണും വെച്ചു. ഞാൻ ഇട്ടോണ്ട് വന്ന ഡ്രസ്സ് എവിടെയെന്ന് പ്രിയങ്ക ശരത്തിനോട് ചോദിച്ചപ്പോൾ ആ ഡ്രസ്സ് കൊടുക്കുകയാണ് ശരത്ത്. വണ്ടി പെട്ടെന്ന് വിടാനും പറയുന്നു. ഈ സമയം മുത്തശ്ശി ആ കൂട്ടുകാരോട് പറയുന്നുണ്ട്, പ്രിയങ്ക ഇപ്പോൾ തന്നെ എത്തും, നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടാകണം, ഒരാളെ പോലും ഈ മുറിയിലേക്ക് കയറ്റി വിടരുത്. എൻ്റെ പേരക്കുട്ടിക്ക് വേണ്ടി ഞാനൊരു കാര്യം കണക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റില്ല എന്നും മുത്തശ്ശി പറഞ്ഞു. ഒടുവിൽ പ്രിയങ്കയും കൊണ്ട് ശരത്ത് അവിടെ എത്തി. പ്രിയങ്ക, ഞാൻ മണ്ഡപത്തിലേക്ക് വരുന്നില്ല, എന്നെ ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാവും. നീ ഒരു കാര്യം ചെയ്യ്, വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്തോളൂ, ഞാൻ മാറി നിൽക്കാമെന്ന് പറഞ്ഞ് ശരത്ത് വണ്ടിയിൽ നിന്നും ഇറങ്ങി മാറുന്നു. വീണ്ടും സോനയെ വിളിക്കുകയാണ് പ്രിയങ്ക. എത്തിയൊന്ന് ചോദിക്കുന്നു. ഞാൻ മണ്ഡപത്തിന് പുറകിലുള്ള കാർ പാർക്കിങ്ങിൽ എത്തിയെന്ന് പ്രിയങ്ക പറയുന്നുണ്ട്. ഒന്നും നോക്കണ്ട, ആരുടെയും കണ്ണിൽ പെടാതെ ഡ്രസ്സിംഗ് റൂമിലേക്ക് എത്തിയാൽ മതി, ബാക്കിയെല്ലാം മുതശ്ശി അറേഞ്ച് ചെയ്തുണ്ട് എന്നും സോന പറഞ്ഞു. അങ്ങനെ വീണ്ടും ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ആരും കാണാതെ തന്നെ കാറിൽ നിന്നും ഇറങ്ങുകയാണ് പ്രിയങ്ക. പ്രിയങ്കയുടെ ഒരു ഷോൾ കൊണ്ട് തല ഇങ്ങനെ മറച്ചു വെക്കുന്നുണ്ട്, മുഖം മറച്ചു വെക്കുന്നു. ഇപ്പോൾ മണ്ഡപത്തിലേക്ക് കയറിയിരിക്കുകയാണ് പ്രിയങ്ക. പെട്ടെന്ന് അതിലേക്കൂടെ ഓടി വരുമ്പോൾ അവിടെ പത്മിനി നിൽക്കുന്നത് കാണുന്നു. പത്മിനി തിരിഞ്ഞു നോക്കിയപ്പോൾ പ്രിയങ്കയെ കാണുന്നു. പെട്ടെന്ന് പ്രിയങ്ക ഫോണിൽ സംസാരിക്കുന്നത് പോലെ തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. പത്മിനിയും ബാക്കി രണ്ട് സ്ത്രീകളും അവിടുന്ന് മാറിയ തക്കം നോക്കി പ്രിയങ്ക അകത്ത് കയറാൻ ശ്രമിക്കുകയാണ്. എല്ലാവരുടെയും മുന്നിൽ മുഖം മുഷിഞ്ഞു നിൽക്കാൻ സാധിക്കില്ല. ഇനിയിപ്പോൾ അതിനേക്കാൾ നല്ലത് സന്തോഷമായി അവളെ വീട്ടിൽ കൂട്ടിക്കൊണ്ടു പോകുന്നതാണ്. ആ വീട്ടിനകത്ത് അവളെ തീർക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാമെന്നും കൽപ്പന പറയുന്നു. എന്നാൽ പ്രിയങ്ക നേരെ വന്നുപെട്ടത് ഉർവശിയുടെ മുന്നിൽ, കൽപ്പനയുടെ മുന്നിൽ. അവരെ കാണാതെ തിരിഞ്ഞു പോകാൻ തുടങ്ങിയതായിരുന്നു പ്രിയങ്ക. പക്ഷേ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് പിന്നെ കൽപ്പന പ്രിയങ്കയെ വിളിച്ചു. ടെൻഷനോടെ നിൽക്കുകയാണ് പ്രിയങ്ക. ലേഡീസ് വാഷ്റൂം എവിടെയാണെന്ന് കൽപ്പന ചോദിക്കുന്നു. ഇത് എന്ന് പറഞ്ഞ് ആക്ഷൻ കാണിക്കുകയാണ് പ്രിയങ്ക. അങ്ങനെ അവരവിടേക്ക് പോകുന്നു. പ്രിയങ്ക മുഖം മറച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ പ്രിയങ്കയെ തിരിച്ചറിയാനും സാധിച്ചില്ല. ഈ സമയം നോക്കി പ്രിയങ്ക അകത്തേക്ക് കയറാൻ തുടങ്ങുന്നു. എന്നാൽ ഇതേ സമയം ദേവനാരായണൻ രണ്ട് ആൾക്കാരോടൊപ്പം സംസാരിച്ചു വരുന്നതാണ് കാണുന്നത്. അദ്ദേഹത്തെ കാണാതെ പ്രിയങ്ക മറഞ്ഞ് തിരിഞ്ഞു നിൽക്കുന്നു. അവിടെ ഇരുന്ന് ചെരുപ്പിടുന്നത് പോലെ ആക്ഷൻ കാണിക്കുകയാണ്. അദ്ദേഹം പോയതിനു ശേഷം പ്രിയങ്ക വീണ്ടും മുറിയിലേക്ക് കയറാനുള്ള ഒരു വെപ്രാളത്തിലാണ്. അങ്ങനെ ഇപ്പോൾ ഫ്രണ്ട്സിന്റെ മുന്നിലേക്ക് ഓടി എത്തിയിരിക്കുന്നു. ആരുടെയും കണ്ണിൽ പെടാതെ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്ന് പ്രിയങ്ക. അങ്ങനെ ഇപ്പോൾ അവർ അകത്തേക്ക് കയറാൻ തുടങ്ങുന്നു. മുറിയിൽ ടെൻഷനോടെ ഇരിക്കുകയായിരുന്നു മുത്തശ്ശിയും യശോദയും ഒക്കെ. ഈ സമയം രാധിക വരുൺ തന്റെ കഴുത്തിൽ താലി കെട്ടിയതിനെ പറ്റി ഓർക്കുന്നു. അപ്പോഴാണ് പ്രിയങ്ക കതക് തുറന്ന് അവിടേക്ക് വന്നത്. പ്രിയങ്ക കണ്ട യശോദയ്ക്ക് ഒരുപാട് ദേഷ്യമാകുന്നുണ്ട്. കാരണം പ്രിയങ്ക ചെയ്തു വെച്ചതോർത്ത്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.